മലപ്പുറം വളാഞ്ചേരിയിൽ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് പണവുമായി കടന്നുകളഞ്ഞ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. എടയൂർ സ്വദേശിയായ ജംഷാദാണ് മോഷണം നടത്തി കടന്നുകളഞ്ഞത്. ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും ഇതെടുക്കാൻ പണം വേണമെന്നും പറഞ്ഞാണ് ജ്വല്ലറിയിലെത്തിയത്. സ്വർണം ജ്വല്ലറിയിൽ വിൽക്കാമെന്നും ജീവനക്കാരെയും വിശ്വസിപ്പിച്ചു. ഇതനുസരിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പണവുമായി കൂടെ പോവുകയായിരുന്നു. ബാങ്കിലെത്തിയ ഉടൻ ജംഷീർ കൂടെ ചെന്ന ബാങ്ക് ജീവനക്കാരന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത് ആക്രമിച്ചു. തുടർന്ന് ഇയാൾ ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തതായി ജീവനക്കാരൻ പറയുന്നു. ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ബാങ്കിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഓലെ കൂടെ പോയി. എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യാഷ് ഇട്ട് അവിടെ വേറെ വടക്കുംപുറം ബാങ്കാണ്, വായനശാല, ഇടയൂർ വായനശാലയിൽ വടക്കുംപുറം ബാങ്കിൽ അവിടെ പോയി. അതിൻ്റെ പുറത്ത് നിന്നപ്പോൾ ഇതേമാതിരി കുറച്ച് സംസാരിച്ചു. അപ്പോൾ ഒന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തതും അയാൾ എന്നെ ഒന്ന് അടിച്ചിട്ട് ഒരു ചോട്ടിന് ചോട്ടിക്കാണ്ട് അയാൾ തിരിഞ്ഞോട് ഓടി. 1,85,000 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. പരിക്കേറ്റ ജീവനക്കാരൻ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ജംഷാദിനായി വളാഞ്ചേരി പോലീസ് അന്വേഷണം ശക്തമാക്കി. കൈരളി ന്യൂസ്, മലപ്പുറം.